റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അറസ്റ്റ് ചെയ്യാത്തതിന് മംഗോളിയയോട് കട്ടക്കലിപ്പിലാണ് ഉക്രൈൻ. 2023 മാർച്ച് 17 ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അഥവാ ICC വ്ളാഡിമിർ പുടിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനിയൻ കുട്ടികളെ ബലമായി റഷ്യയിലേക്ക് നാട് കടത്തി എന്നതാണ് പുടിന് മേൽ ആരോപിക്കപ്പെട്ട പ്രധാന യുദ്ധകുറ്റം. ഒപ്പം റഷ്യ ഉക്രൈനെതിരെ നടത്തിയ ആക്രമണവും ആയിരുന്നു കേസിന് ആധാരമായ സംഭവം. ഈ ഉത്തരവ് നിലനിൽക്കെ ചിലയിടങ്ങളിൽ യാത്ര അദ്ദേഹം പരിമിതപ്പെടുത്തിയിരുന്നു. തന്റെ ആത്മമിത്രവും റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ തലവനുമായ യെവ്ഗനി പ്രിഗോഷിന്റെ ദുരൂഹ വിമാന അപകട മരണത്തിന് ശേഷം പ്രസിഡന്റ് പുടിന്റെ യാത്രകൾ പരിമിതവും ഏറ്റവും സുരക്ഷിതവുമായിരുന്നു. അതിനിടെയാണ് മംഗോളിയയിലെ ഉലാൻ ബാത്തറിൽ തിങ്കളാഴ്ച പുടിൻ എത്തുന്നത്. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്ന ഒരാളെ എന്തുകൊണ്ട് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിലെ അംഗമായിട്ടുള്ള മംഗോളിയ കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കിയില്ല എന്നാണ് ഉക്രൈൻ മംഗോളിയയോട് ചോദിക്കുന്നത്. മംഗോളിയ ICCയുടെ അംഗരാജ്യം കൂടിയാണ്. 124 അംഗരാജ്യങ്ങളാണ് ICCയിലുള്ളത്. എന്നാൽ മംഗോളിയ തങ്ങളുടെ സുഹൃത്താണെന്നും അവർ കോടതിയിൽ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്നുമായിരുന്നു ഉക്രൈനെ കളിയാക്കിക്കൊണ്ട് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയത്. പുടിനെതിരെ ICC അറസ്റ്റ് വാറണ്ട് നടപ്പിലാക്കുന്നതിൽ മംഗോളിയൻ സർക്കാർ പരാജയപ്പെട്ടത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കും അന്താരാഷ്ട്ര ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയ്ക്കും കനത്ത തിരിച്ചടിയാണ് എന്നാണ് ഉക്രൈൻ വിദേശകാര്യമന്ത്രി എക്സിൽ എഴുതിയത്. ഒരു യുദ്ധക്കുറ്റവാളിയെ നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ മംഗോളിയ അനുവദിച്ചു. അതുവഴി പുടിന്റെ യുദ്ധകുറ്റങ്ങളുടെ ഉത്തരവാദിത്തം മംഗോളിയയും പങ്കിട്ടിരിക്കുകയാണ്. ഇത് ഉലാൻ ബാത്തറിന് അനന്തര ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ഞങ്ങളോടൊപ്പമുള്ള രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നുമാണ് ഉക്രൈൻ വ്യക്തമാക്കിയത്. എന്നാൽ ICCയുടെ അറസ്റ്റ് വാറണ്ട് നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ICCക്ക് മംഗോളിയയെ ഔദ്യോഗികമായി വിമർശിക്കാം എന്നതിനപ്പുറം മറ്റൊരു നടപടിയും എടുക്കുവാനുള്ള അധികാരം ഇല്ല എന്നതും നമ്മളിവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പിഴയോ ഉപരോധമോ മറ്റേതെങ്കിലും പിഴയോ ചുമത്തുവാനുള്ള അധികാരങ്ങൾ അവർക്കില്ല എന്നതാണ് വാസ്തവം. സ്വന്തം വാറണ്ടുകൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു സംവിധാനവും ICCക്കില്ല. അവ അനുസരിക്കണോ വേണ്ടയോ എന്നതൊക്കെ തിരഞ്ഞെടുക്കൽ അംഗരാജ്യങ്ങളുടെ അധികാരങ്ങളും താല്പര്യങ്ങളും ഒക്കെയാണ്. മാത്രവുമല്ല, പുടിനെ പോലെയുള്ള കരുത്തനായ ഒരു ലോക നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ മാത്രം മംഗോളിയക്ക് സാധ്യമല്ല എന്ന മറ്റൊരു കാര്യവും ഒരു വശത്തുണ്ട് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. Way2Nikah.com, the exclusive Muslim matrimonial site.